നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് കൈകൊടുത്ത് ഋഷി സുനക്, പ്രതീക്ഷയിൽ UK മലയാളികൾ. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏകപക്ഷീയമായി മാറാതെ ഇരുഭാഗത്തേക്കും കൂടുതൽ സജീവമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പറയുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് അത് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ബ്രിട്ടനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും കമ്പനികൾക്കും ഇന്ത്യയിലെത്താനും പഠിക്കാനും പ്രവർത്തിക്കാനും സംവിധാനങ്ങൾ എളുപ്പമാക്കാനും അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ മുൻകൈ എടുക്കുമെന്ന് മുൻപേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് പറയാൻ UK-യിലെ മലയാളി ശാസ്ത്രജ്ഞനായ ശ്രീ രാജീവ് പാട്ടത്തിൽ നമ്മോടൊപ്പമുണ്ട്. ഓക്സ്ഫോർഡിലുള്ള റൂദർഫോർഡ് അപ്ലൈഡ് ലാബ് പ്രൊഫസറും മലയാളി ശാസ്ത്രജ്ഞനുമാണ് ശ്രീ രാജീവ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഋഷി സുനാക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ എന്ന് മാത്രമല്ല ഇതിന് പ്രത്യേകത, ആദ്യത്തെ പേഴ്സൺ ഓഫ് കളർ, അതായത് വെള്ളക്കാരനല്ലാത്ത ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണ്. അതിന് പുറമെ കഴിഞ്ഞൊരു 200 വർഷത്തിനുള്ളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് 42 വയസ്സാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ ഇവിടുത്തെ സൗത്ത് ഏഷ്യൻസിന് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, പൊതുവെ പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയുടെ സുനാക്കിൻ്റെ ഉൾപ്പെടെ ഉള്ള റേസും ഹെറിറ്റേജും ഒന്നും ഇവിടുത്തെ ആൾക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല നേരിട്ട്. പക്ഷേ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ UK-യിലേക്ക് കുടിയേറിയിട്ട് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊരു ഉത്തേജനം നൽകാൻ ഇത് സഹായിക്കും തോന്നുന്നു. കാരണം UK-യിലെ ഏറ്റവും ധനികരായ MP-മാരിൽ ഒരാളാണ് സുനാക്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഒരു വലിയ പങ്കും അദ്ദേഹം സാധാരണ നിലയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് തന്നെ നേടിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേസും സ്കിൻ കളറും ഒന്നും അത് ഒരു വലിയ ഫാക്ടറല്ല. മറിച്ച് നമുക്ക് കഴിവുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഒരു പദവിയും അപ്രാപ്യമല്ല എന്നൊരു സന്ദേശം ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇത് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് കുടിയേറ്റക്കാർക്ക് എന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമതുള്ളത്, ഇത് ഇനി വരാൻ പോകുന്ന കുടിയേറ്റങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. ഇവിടെയും ഇതൊരു പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായതുകൊണ്ട് ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ കേരളീയർക്കോ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ഈ പോളിസികളൊന്നും നടപ്പാവുന്നത്, പ്രത്യേകിച്ച് UK-യിൽ. അപ്പോൾ ഇതിനു മുമ്പത്തെ 2 ഹോം സെക്രട്ടറിമാരും ഇന്ത്യൻ വംശജരായിരുന്നു. അതിനു മുമ്പ് പാകിസ്ഥാൻ വംശജനായിട്ടുള്ള സാജിദ് ജാവേദ് ആയിരുന്നു ഹോം സെക്രട്ടറി. അപ്പോൾ ഇതിൽ തൊട്ടു മുമ്പ് ഹോം സെക്രട്ടറി ആയിരുന്ന സുവേല ബ്രഹ്മാൻ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ, അവരുടെ ഡിപ്പെൻഡൻസിൻ്റെ ഒഴുക്ക് തടയാൻ നടപടികൾ എടുക്കാൻ തുടങ്ങുകയായിരുന്നു. ഇങ്ങനത്തെ ഈ ഇമിഗ്രേഷൻ കൺട്രോൾ ഒക്കെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പോളിസിയുടെ തന്നെ ഒരു ഭാഗമാണ്. അത് എങ്ങനെയാണ് ഓരോരുത്തരും പ്രാവർത്തികമാക്കുന്നത് എന്നതിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇവിടെ ഋഷി സുനാക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇതിൽ കുറച്ചും കൂടിയും ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പോളിസിയാണ് സ്വീകരിക്കാൻ സാധ്യത എന്നാണ് തോന്നുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ടാണ് ഇന്ത്യയെ ബ്രിട്ടൻ കാണുന്നത്. പ്രത്യേകിച്ചും ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ അടുക്കാൻ നോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന് ഉദാഹരണം, ബോറിസ് ജോൺസൺ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയുമായി ഒപ്പുവെച്ച വിഷൻ 2030 എന്ന് പറയുന്നൊരു കരാറുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ മേഖലകളിലും, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക രംഗം, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ എല്ലാ രംഗങ്ങളിലും സഹകരണം കൂട്ടുക എന്നുള്ളൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ വിഷൻ 20 സ്റ്റേറ്റ്മെൻറ്റ്. അത് UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തതാണ്.
അപ്പോൾ ഇതിലെ ഒരു പ്രധാന ഇനം വിസ ചട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോകാനുള്ള മൊബിലിറ്റി കൂട്ടുക, അതിനുള്ള വിസ ചട്ടങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രധാന ഇനം. അപ്പോൾ ഈ സ്ട്രാറ്റജി പിന്തുടരാൻ ആണ് കൂടുതൽ സാധ്യത ഋഷി സുനാക്ക്, ഈ സ്ട്രാറ്റജിക് കണക്ഷൻ കാരണം. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം ഇതിലത്തെ എക്കോണമിയാണ്. അതായത് ബ്രിട്ടൻ ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അപ്പോൾ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളിലെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് വിദേശ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ഫീസാണ്, ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കുന്ന ഓവർസീസ് ഫീസാണ്. അപ്പോൾ ഋഷിയുടെ ഏറ്റവും അർജൻറ്റായിട്ടുള്ള ശ്രദ്ധ എക്കണോമിയിലായിരിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ഇൻകം സോഴ്സിനെ ബാധിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നന്ദി ശ്രീ രാജീവ്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജൻ എത്തുമ്പോൾ എഴുതപ്പെടുന്നത് ചരിത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലയുന്ന ബ്രിട്ടനെ പിടിച്ചു നിർത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്വവും ഇതിനോടൊപ്പം ഋഷിയുടെ ചുമലിലുണ്ട്. ബോറിസ് ജോൺസന്റെ രാജിക്ക് പിന്നാലെ അധികാരത്തിലെത്തിയ ലിസ് ട്രസ് ഇന്ത്യൻ കുടിയേറ്റത്തെ എതിർത്തിരുന്നു. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ ആശ്രിതരെ കൊണ്ടുവരരുത് എന്നായിരുന്നു ലിസ് പറഞ്ഞത്. സയൻസ് വിഷയം പഠിച്ചവർക്ക് മാത്രമായിരുന്നു UK-യിൽ പഠന സാധ്യതകൾ കണ്ടിരുന്നത്. MBA പോലുള്ള ഡിഗ്രികൾ UK-യിൽ പോയി പഠിച്ചവർക്ക് പഠനത്തിന് ശേഷം ജോലി ലഭിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഋഷി സുനാക് വന്നതോടെ ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾ വീണ്ടും ഉയർന്നിരിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി ആയിരുന്നു. വെള്ളക്കാരനല്ലാത്ത ആദ്യ പാർലമെന്റ് അംഗം കൂടിയായ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ വംശജരായ രാഷ്ട്രീയക്കാർ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലേക്ക് എത്താൻ തുടങ്ങിയത് 60കളിലും 70കളിലും നടന്ന കുടിയേറ്റത്തിന്റെ രണ്ടാം തരംഗത്തെ തുടർന്നാണ്. ഇന്ന് ഇന്ത്യൻ വംശജരായ രാഷ്ട്രീയക്കാർ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ വംശജരായ പൗരന്മാരുടെ രാഷ്ട്രീയ സ്വാധീനം കൂടാതെ കുടിയേറ്റക്കാർക്ക് UK-യിലുള്ള വോട്ടുകൾ എന്നിവയാണ് ഇതിന് പിന്നിലെ കാരണം. 2015 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യൻ വോട്ടർമാരുടെ എണ്ണം 61,05,000 ആയിരുന്നെന്നും ഇതിൽ 95% പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ. UK-യിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ഋഷി സുനക് പറഞ്ഞ വാക്കുകൾ ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഇന്ത്യ UK ബന്ധം വളരെ ഊഷ്മളമായി നിലനിർത്തുമെന്നും ഇന്ത്യയുമായി ബന്ധമുണ്ട് എന്നതിൽ അഭിമാനിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകാൻ ഒരുങ്ങുന്നവർക്ക് ഋഷി സുനാക്കിന്റെ ഭരണം നല്ല അവസരങ്ങൾ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.